കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് അക്ഷയ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആലക്കോട് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ മെയിൻ കാരണം പുറത്ത് പോയി പഠിക്കാനാണ്, ജർമ്മനിക്ക് പോയി പഠിക്കാനാണ്. ഞാൻ 2 വർഷമായിട്ട് എക്സാം എഴുതി പാസ്സായിട്ട് ഏജൻസിക്ക് എടുത്ത് കൊടുത്തിട്ട് ഒന്നും നടക്കുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് 10 മാസം കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു. ഞാൻ ഏജൻസിക്ക് എടുത്ത് കൊടുത്തിട്ട് 5-6 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എല്ലായിടത്തുനിന്നും ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സാവുന്നുണ്ട്. നേരെ സെക്കൻഡ് ഇൻ്റർവ്യൂവിലേക്ക് ഇപ്പം തരാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഈ രണ്ടാമത് വട്ടം ഉടമ്പടി പുതുക്കിയ ശേഷം ഒന്നും കൂടെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ നവംബർ 14 എനിക്ക് എന്തെങ്കിലും സാധിച്ചു തരണേ മാതാവേ എന്ന് പറഞ്ഞ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് നേരെ VFSൽ ഡേറ്റ് വെച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് 10 ദിവസം കൊണ്ട് എനിക്ക് വിസ വന്നു. അടുത്ത ആഴ്ച നവംബർ 29 ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ ഇൻ്റർവ്യൂ പാസ്സാകുന്ന സമയത്ത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. കാശിരൂപവും അതുപോലെ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം 2020 മുതൽ ഞാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ടൗണിലൊരു കട കൊടുക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. ഓരോ വർഷവും ഇങ്ങനെ ഓരോ ബ്രോക്കർമാർ വരും, ഓരോ വില പറയും, ഒന്നും ശരിയാവുന്നൊന്നുമില്ല. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ വട്ടം പുതുക്കിയ ശേഷം അത് മുതൽ അന്ന് ഒരു ബ്രോക്കർ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു വില പറഞ്ഞു. പുള്ളിക്ക് വലിയ കമ്മീഷനൊന്നുമില്ല. എന്നിട്ട് 3 മാസം കൊണ്ട് അതിൻ്റെ ഇത് കഴിഞ്ഞു, എഗ്രിമെൻറ്റും ഇതെല്ലാം കഴിഞ്ഞു. ഉടമ്പടി രണ്ടാമത്തെ വട്ടം പുതുക്കിയപ്പോഴേക്കും 2 ദിവസം കൊണ്ട് കട കച്ചവടമായി. ഞാൻ കട കച്ചവടമാകുന്നതിന് മുമ്പ് ഞാൻ കടയുടെ പരിസരത്ത് കൊണ്ടുപോയി കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം അമ്മയ്ക്ക് 25 വർഷമായിട്ട് ചുമയും അതുപോലെ അലർജിയുമായിരുന്നു. ഒരുപാട് മരുന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എത്ര കഴിച്ചിട്ടും ഒന്നും ശരിയാവുന്നൊന്നുമില്ല. പല ഡോക്ടർമാരെ വരെ കാണിച്ചു, മംഗലാപുരം വരെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ ഒരു മെയിൻ നിയോഗമായിരുന്നു വെച്ചിരുന്നത്. അതുപോലെ അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി തൈലവും തേനും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അത് കാരണം അമ്മയുടെ ഇപ്പോൾ അലർജി പരിപൂർണമായിട്ട് മാറി. അമ്മയ്ക്കിപ്പോൾ ഒരു മരുന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. അതുപോലെ വേറൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അനിയൻ +2 കണക്കിന് 2 മാർക്കിന് തോറ്റുപോയായിരുന്നു. അവന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം എക്സാമിന് മുമ്പ് എക്സാം ഇവൻ എഴുതി. എക്സാം ഡബിൾ വാലുവേഷനായിരുന്നു കണക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവന് എക്സാമിന് പോയപ്പോൾ ഞങ്ങൾ ഉടമ്പടി കാശിരൂപം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇവന് റിസൾട്ട് വന്നപ്പോൾ ഇവന് B+ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ബാംഗ്ലൂർ നല്ലൊരു മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് പഠിക്കുക. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു കരുണാലയത്തിൽ പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പത്രം കിട്ടുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പത്രം എല്ലാം കൊടുത്ത് തീർക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം, ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ശേഷവും അങ്ങനെ പള്ളിപ്പോക്ക് കുറവായിരുന്നു. ആദ്യത്തെ വട്ടം പുതുക്കിയ ശേഷം മുതലാണ് പിന്നെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങിയത്. അതുപോലെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും കുറവായിരുന്നു. ഇപ്പം അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഈ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.